ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ്? എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? The mass of an element in grams is equal to atomic mass in gram. Atomic mass is called gram atomic mass. എന്ന് വെച്ചാൽ ഒരു എലമെന്റ് എടുക്കാണ്, അതിന്റെ എലമെന്റിന്റെ മാസ്, ഇപ്പൊ സോഡിയം എടുക്കാണെന്ന് വെച്ചോ, സോഡിയത്തിന്റെ മാസ് 23 ആണെങ്കിൽ അതിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, അതായത് അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. പേരിൽ തന്നെയുണ്ട് അറ്റോമിക് മാസ് ഇൻ ഗ്രാം. അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഹൗ മെനി ഗ്രാം ആറ്റംസ് ഓഫ് സോഡിയം ഈസ് പ്രസന്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വാങ്ങിക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹൗ മെനി ഗ്രാം ആറ്റംസ് ഓഫ് സോഡിയം ഈസ് പ്രസന്റ് ഇൻ 115 ഗ്രാം ഓഫ് സോഡിയം? എത്ര ഗ്രാം ആറ്റംസ് പ്രസന്റ് ഉണ്ടാവും? അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? എത്ര ആറ്റംസ് അതിലുണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഹൗ മെനി ഗ്രാം ആറ്റംസ് ഓഫ് സോഡിയം ഈസ് പ്രസന്റ് ഇൻ 115 ഗ്രാം ഓഫ് സോഡിയം? എത്ര ഗ്രാം ആറ്റംസ് പ്രസന്റ് ഉണ്ടാവും? അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? എത്ര ആറ്റംസ് അതിലുണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് അതിന്റെ സെക്കൻഡ് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഗിവൺ മാസ്. ഗിവൺ മാസിന് നമ്മൾ ഗിവൺ മാസ് ഗ്രാമിലായിരിക്കണം, ഡിവൈഡഡ് ബൈ അതിന്റെ അറ്റോമിക് മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഇൻ ഗ്രാം. അപ്പൊ ഗിവൺ മാസ് ഇപ്പൊ തന്നിരിക്കുന്നത് 115, അതായത് 105 ആണ് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ അതിന്റെ അറ്റോമിക് മാസ്. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 23 ആണ്, ഹിന്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഹിന്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 23 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 115ന് 23 വെച്ച് ഡിവൈഡ് ചെയ്താൽ 23 × 4 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 12 92 കിട്ടും. ഇനി 23 × 5, 5 അല്ലേ സംഖ്യ, അപ്പൊ 5 വെച്ച് ചെയ്ത് നോക്കാം. 15 1 15, 115. അപ്പൊ 5 ആറ്റം. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട്? 5 ആറ്റംസ് എന്ന് നമ്മൾ എഴുതണം. 5 ആറ്റംസ്. ഹൗ മെനി ഗ്രാം ആറ്റം എത്രയുണ്ട്? 5 ഗ്രാം ആറ്റംസ് ഉണ്ട്. ഹൗ മെനി ഗ്രാം ആറ്റംസ് സോഡിയം ഈസ് പ്രസന്റ്? എത്ര ആറ്റംസ് ഉണ്ട്? 5 ആറ്റംസ് ഉണ്ട്. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 5 GAM. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ മാസ് ഓഫ് 5 ഗ്രാം ആറ്റംസ് ഓഫ് കാൽസ്യം. കാൽസ്യത്തിന് 5 ഗ്രാം ആറ്റംസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 5 ഗ്രാം ആറ്റംസ്, നമുക്ക് ആറ്റോമിക് മാസും ഉണ്ട് ആറ്റംസും ഉണ്ട് തന്നിട്ടുണ്ട്. 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഗിവൺ മാസ് കണ്ടുപിടിക്കണം. അല്ല, 5 ഗ്രാം ആറ്റംസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അറ്റോമിക് മാസ് അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40. അപ്പൊ നമുക്കറിയാം ഗിവൺ മാസ് ആണ് ചോദിച്ചത്. മാസ് ഓഫ് 5 ഗ്രാം ആറ്റം മാസ് ആണ് ചോദിച്ചത്, ഗിവൺ മാസ് ആണ് ചോദിച്ചത്. അപ്പൊ 5 × 40, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200 മാസ് അല്ലേ ചോദിച്ചത്. അപ്പൊ 5 മാസ് 200 ഗ്രാം. 18 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 400 ഗ്രാം കാൽസ്യം കാർബണേറ്റ്. നമ്പർ ഓഫ് മോൾസ് 400 ഗ്രാം കാൽസ്യം കാർബണേറ്റിലെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആൻസേഴ്സ് നമുക്ക് എഴുതിയാലോ? ആൻസേഴ്സ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഗിവൺ മാസ് ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യണ, മോളിക്കുലാർ വെയിറ്റ് ആണ്. കാരണം കാൽസ്യം കാർബണേറ്റ് മോളിക്യൂൾസ് ആണ്, ആറ്റോമിക് അല്ല, മോളിക്കുലാർ വെയിറ്റ്. കാരണം ഓരോ ആറ്റത്തിന്റെ ആറ്റോമിക് വെയിറ്റ് കൂട്ടിയാലാണ് നമുക്ക് അതിന്റെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഞാൻ ഇവിടെ എഴുതാൻ തൽക്കാലം കാൽഷ്യം കാർബണേറ്റ് എടുക്കുകയാണെങ്കിൽ കാൽഷ്യത്തിന്റെ ആറ്റോമിക് വെയിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 40 പ്ലസ് ഒരു കാർബൺ 12 പ്ലസ് 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ 16, ഒരു ഓക്സിജൻ ആറ്റം 16. അപ്പൊ 2 എണ്ണമാണെങ്കിൽ 32, 3 എണ്ണമാണെങ്കിലോ 3 × 16 എത്ര കിട്ടും? 48 കിട്ടും. അപ്പൊ 48. അപ്പൊ നമുക്ക് നോക്കാം, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 40 12 48 10 5 6 100 കിട്ടും. അപ്പൊ കാൽസ്യം കാർബണേറ്റിന്റെ എത്രയാണ് മോളിക്കുലാർ വെയിറ്റ്? 100 ആണ് അല്ലെ. 40 12 10 5 9 100 ഗ്രാം ആണ്. ഇനി അതിന്റെ ഗിവൺ മാസ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് 400 ആണ്. അപ്പൊ 400 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും നമുക്ക്
നമ്പർ ഓഫ് മോൾസ് 4 മോൾസ് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർത്തിരിക്കുക. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ആറ്റോമിക് മാസ് നമ്പർ ഓഫ് മോൾസോ ആറ്റത്തിന്റെ ആണെങ്കിലോ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് വെയിറ്റ്, ആറ്റോമിക് മാസ്. അത് രണ്ടും ഗ്രാമിലായിരിക്കണം. ഇപ്പൊ കിലോഗ്രാമിലാണ് തന്നെയാണെങ്കിലോ 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 1000 ഗ്രാം ആണ്. കിലോഗ്രാമിലാണ് തന്നെയാണെങ്കിൽ നമ്മൾ 1000 വെച്ച് ഇൻറ്റു ചെയ്തിട്ട് ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് 400 കിലോഗ്രാം ആണ്. 400 ഇൻറ്റു 1000 ചെയ്തതിന് ശേഷമാണ് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. അടുത്തിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിംഗ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിംഗ്. 22.4 ലിറ്റർ ഓഫ് CO2 ഗ്യാസ് അറ്റ് STP. നമുക്കറിയാം STPയില് എത്രയായിരിക്കും? അറ്റ് STPയില് 22.4 ലിറ്റർ ആണ് അല്ലെ? അപ്പൊ അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയായിരിക്കും? 1 മോളിക്യൂൾസ് ആണ്. അറ്റ് STPയില് CO2ന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആയിരിക്കും. അതായത് 1 മോളിക്യൂൾസ് എന്ന് പറയുന്നത് അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആണ്. അവഗ്രാഡോ നമ്പർ എത്രയാണ്? Na വെച്ചാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പൊ 1 മോളിക്യൂൾസിന്റെ എണ്ണം അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആണ്. അപ്പൊ 6.022 ഇൻറ്റു 10⁻23 എന്ന ആൻസർ വരും. അപ്പൊ ഒരു CO2 മോളിക്യൂൾ ആണ് തന്നത്. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾ ഒരു CO2 മോൾസ് ആണ്. ഒരു CO2 മോൾ തന്നു. മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഒരു മോൾ എന്ന് പറയുന്നത് ഈ അവഗ്രാഡോ നമ്പർ, മോളിക്യൂൾസ് എന്ന് പറയുന്നത് STPയില് അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആണ്. അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആണ് മോളിക്യൂൾസിന്റെ എണ്ണം. ഒരു മോളാണ് ഇവിടെ തന്നത്. അതുകൊണ്ട് 1. ഇത് 2 CO2 ആണെങ്കിലോ നമ്മള് 2 ഇൻറ്റു അവഗ്രാഡോ നമ്പർ ചെയ്തതാണ്. ഇതിപ്പോ ഒരു മോള് തന്നുകൊണ്ട് അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആയിട്ട് എഴുതി. ഇനി 400 ഗ്രാം H2 ആണെങ്കിലോ അപ്പൊ നമ്മൾ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മള് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗ്രാഡോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗ്രാഡോ നമ്പർ ഇൻറ്റു Na. നമ്പർ ഓഫ് മോൾസ് നമുക്ക് നോക്കാം. 400 ഡിവൈഡഡ് ബൈ ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് വെയിറ്റ് 1, രണ്ടെണ്ണാകുമ്പോൾ 2. അപ്പൊ 2 മോൾസ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചത്. മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? 2 ഇൻറ്റു അവഗ്രാഡോ നമ്പർ, 2 ഇൻറ്റു Na എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 2023 ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി GMM is present in 90 gram water? 90 gram വാട്ടറിൽ എത്ര GMM പ്രസന്റ് ആണ്? ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്? അപ്പൊ 1 GMM എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് 1 മോളിന് ഈക്വൽ ആണ്. 1 മോളിന് ഈക്വൽ ആണ് 1 GMM എന്ന് പറയുന്നത്. 1 മോൾ എന്ന് വെച്ചാൽ എന്താണ്? 1 മോൾ എന്ന് പറയുന്നത് എത്രയാ? 1 മോൾ എന്ന് പറയുന്നത് 1 അവഗ്രാഡോ 1 മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1 അവഗ്രാഡോ 1 മോളിക്യൂൾസ് എന്ന് പറയുന്നത് മോൾ ഇൻറ്റു അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആണ്. മോൾ ഇൻറ്റു അവഗ്രാഡോ നമ്പർ. അപ്പൊ ഹൗ മെനി GMM ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ A. അപ്പൊ GMM 1 മോള് നമ്മൾ കണ്ടുപിടിക്കാം. 1 മോള്. അപ്പൊ 1 മോൾ എന്ന് പറയുന്നത് ഗിവൺ മാസ് ഇൻ ഗ്രാം. 1 മോൾ എന്ന് വെച്ചാൽ ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. ഗിവൺ മാസ് എത്രയാണ്? 90 ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ H2 ആണ്. 2 ഹൈഡ്രജന് 2. ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് വെയിറ്റ് 1 ഗ്രാം ആണ്. ഒരു ഹൈഡ്രജന്റെ. അപ്പൊ 2 ഗ്രാമിന്റെ 2 ഹൈഡ്രജന്റെ 2 ഗ്രാം. ഓക്സിജന്റെ എത്രയാണ്? 16 ആണ്. വാട്ടറിന്റെ അറ്റോമിക് മാസ് വന്നിട്ട് 16 പ്ലസ് 12 18 ആണ് ഇതിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത്. അപ്പൊ 90/18 5 മോള് കിട്ടും. 5 മോൾസ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. എത്ര മോളിക്യൂൾസ് അതിലുണ്ടെന്നാണ് ചോദിച്ചത്. മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? മോൾ ഇൻറ്റു അവഗ്രാഡോ നമ്പർ. അപ്പൊ 5 ഇൻറ്റു Na എന്നാണ് അതിന്റെ ആൻസർ. മോൾ ഇൻറ്റു അവഗ്രാഡോ നമ്പർ. ബി ക്വസ്റ്റ്യൻ ആൻസർ 5 ഇൻറ്റു Na അവഗ്രാഡോ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 GMM 1 ഗ്രാം മോളിക്കുലാർ മാസ്. GMM എന്ന് വെച്ചാൽ ഗ്രാം മോളിക്കുലാർ മാസ്.
1 GMM of a substance contain dash number of molecules. എത്ര നമ്പർ മോളിക്യൂൾസ് ഉണ്ടാവുന്നു? 1 GMM 1 gram molecular mass എന്ന് പറയുന്നത് ഒരു എത്ര മോളിക്യൂൾസ് അവഗ്രാഡോ നമ്പറിന് ഈക്വൽ ആണ്. അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ 6.022 into 10⁻23 മോളിക്യൂൾസിന് ഈക്വൽ ആണ്. അപ്പൊ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഒരു അവഗ്രാഡോ നമ്പറിന്റെ മോളിക്യൂൾസിന് ഈക്വൽ ആണ്. ഇനി ഫൈൻഡ് ദ മാസ് ഓഫ് 44.8 ലിറ്റർ ഓഫ് NH3 ഗ്യാസ് കെപ്റ്റഡ്. അപ്പൊ STP ചോദിച്ചിട്ടുണ്ട്. ഒരു STP എന്ന് പറയുമ്പോൾ അതിൽ 22.4 ലിറ്റർ ആണ് STP കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന STP NH3 44.8 ആണ്. നമുക്ക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, കെപ്റ്റഡ് STP. അപ്പൊ നമുക്ക് അറിയാം ഒരു STPയിലുള്ളത് ഇപ്പൊ എത്ര മോൾസ് ഉണ്ട്? ഒരു അമോണിയക്കാണെങ്കിൽ 22.4 ലിറ്റർ മതി. അപ്പൊ ഇതിന്റെ ഡബിൾ അല്ലേ ഇവിടെ? അപ്പൊ 2 മോൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 2 മോൾസ് ഉണ്ട്. അപ്പൊ മാസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് അറിയാം 2 ആണെന്ന്. ഇൻറ്റു അറ്റോമിക് മാസ് ഒരു നൈട്രജന്റെ 14 H3 എന്ന് പറയുമ്പോൾ 3 into 1, അതായത് ഒരു ഹൈഡ്രജന്റെ 1 ഗ്രാം. അപ്പൊ 3 ഹൈഡ്രജൻ 3 ഗ്രാം. അപ്പൊ 14 + 3 17 കിട്ടും. അപ്പൊ 2 into 70 34 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗിവൺ മാസ് ആണ്. ഗിവൺ മാസ് ആണ് 34 എന്ന് നമുക്ക് ആൻസർ കിട്ടിയത്. സോ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയെന്ന് വിചാരിക്കുന്നു. സോ ബെനിഫിഷ്യൽ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് യു ക്യാൻ പുട്ട് ഇറ്റ് ഓൺ യുവർ കമന്റ് ബോക്സ്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ്സ് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.